ഗുഡ് മോർണിംഗ് ഓൺ. എല്ലാവർക്കും +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറമാണ്. അപ്പൊ ആംബിയർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? കറണ്ടിന്റെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ആംബിയർ എന്ന് പറയുന്ന അദ്ദേഹം സർക്യൂട്ടിൽ പ്രയോഗിച്ച അല്ലെ അപ്ലൈ ചെയ്ത തിയറമാണ് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാവോ? അദ്ദേഹം പറയുന്ന പിന്നെ ഡെഫിനിഷൻ എന്ന് പറയാം. The line integral of the magnetic field around any closed path in free space is equal to mu0 times the total current enclosed by the path. അപ്പം അത് ഒന്നുകൂടെ പറയാം. The line integral of the magnetic field around any closed path in free space is equal to mu0 times the total current enclosed by the path. അപ്പൊ ഈ പറഞ്ഞത് ഞാൻ എഴുതിയിട്ട് അതിനെ വിശദീകരിക്കാം. അതായത് ഇങ്ങനെയാണ് എഴുതുന്നത്. ലൈൻ ഇന്റഗ്രൽ എന്നുള്ളതിന് സിമ്പിൾ ഇതാണ്. ലൈൻ ഇന്റഗ്രൽ ഇനിയും ക്ലോസ്ഡ് പാത്ത് എന്ന് കാണിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ അപ്ലൈ ചെയ്യും. ബി ഡോട്ട് ഡി എൽ ഈക്വൽസ് mu0 ടൈംസ് സിഗ്മ ഐ. നോക്കിയേട്ടാ ഈ പറഞ്ഞ പറയാം. Line integral of the magnetic field around any closed path in free space is equal to mu0 times the total current sigma I enclosed by the path. അപ്പൊ എന്താണെന്നറിയാവോ? അപ്പൊ ഇനി എന്റെ മലയാളം പ്രശ്നം പറയാം. ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുക. ഈ ക്ലോസ്ഡ് പാത്ത് എടുക്കുന്നത് ഫ്രീ സ്പേസിലാണ്. അപ്പൊ ഫ്രീ സ്പേസില് ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടെ കറണ്ട് പാസ് ചെയ്യണം. അപ്പം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ബി ഡോട്ട് ഡി എല്ലിന്റെ ലൈൻ ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഈസ് ഈക്വൽ ടു mu0 ടൈംസ് mu0 പ്രാവശ്യം ദി ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി പാത്ത്. ആ പാത്ത് ഉൾക്കൊള്ളുന്ന കറണ്ടിന്റെ ടോട്ടൽ കറണ്ടിന്റെ mu0 പ്രാവശ്യമാണ് എന്ത്? Integral over a closed path P dot dl is equal to mu0 times the total current enclosed by the path. ഒന്നുകൂടെ പറയാം. ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുക. അവിടെ എടുക്കേണ്ടത് ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന ഒരു ക്ലോസ്ഡ് പാത്ത്. അപ്പൊ ആ ക്ലോസ്ഡ് പാത്തില് കൂടെ കറണ്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ടിന്റെ ആ ക്ലോസ്ഡ് പാത്തിലെ ടോട്ടൽ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ടിന്റെ mu0 പ്രാവശ്യമായിരിക്കും. ഇതാണെന്ത്? ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം. നമുക്ക് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കൂടി കറണ്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അത് എത്രയാണെന്ന് കണ്ടെത്തുക. ഇത് തിയറം ഉപയോഗിച്ച് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ച്. അപ്പൊ നോക്കിയാട്ടെ, ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടറാണ്, സ്ട്രെയിറ്റ് കണ്ടക്ടറാണ് XY. അതിൽ കൂടെ പോകുന്ന കറണ്ടാണ് I. അപ്പൊ ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നു. ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. നമ്മളൊരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്തു. P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് ഈ കണ്ടക്ടറിൽ നിന്നും D അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർ തമ്മിലുള്ള ഈ കണ്ടക്ടറുമായിട്ട് ഈ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന അകലമാണ് എന്ത്? D. ഇനി നമുക്ക് ഈ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു സർക്കുലർ പാത്ത്, നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് വരച്ചു. കാരണം നമ്മൾ ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യുന്നത് എവിടെയാ? ക്ലോസ്ഡ് പാത്തിലാണ്. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു ക്ലോസ്ഡ് പാത്ത് വരച്ചു. സർക്കുലർ പാത്താണ്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? D ആയിരിക്കും. ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും എന്ത്? O. അപ്പൊ O സെന്റർ ആക്കിക്കൊണ്ട് D റേഡിയസിൽ ഒരു സർക്കുലർ പാത്ത് വരച്ചു, ക്ലോസ്ഡ് പാത്ത് വരച്ചു. ഇനിയും ആ ഇതെന്ന് പറയുന്ന ഈ സർക്കുലർ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ആർ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ത്രൂ P. പിയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ആണ് എന്ത്? ഈ സർക്കുലർ പാത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പാത്തിനെ അനേക എലമെന്റുകളായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സർക്കുലർ പാത്തിനെ എലമെന്റ് ആക്കി ഡിവൈഡ് ചെയ്തില്ലേ സർക്കുലർ ലൂപ്പില്? അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? അനേക എലമെന്റുകളായിട്ട് ഭാഗിച്ചു. അതിന്റെ ഒരു എലമെന്റ് നമ്മൾ എടുത്തിരിക്കുന്നത് P എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പം ഒരു എലമെന്റ് എടുത്തിരിക്കുന്നു. അതിന്റെ ആ എലമെന്റിന്റെ ലെങ്ത് ആണ് വലുതായിട്ട് വരച്ചേക്കുന്ന ആ എലമെന്റിന്റെ ലെങ്ത് ആണ് DL. അപ്പം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ പാത്തിന് ഏതൊരു പോയിന്റ് എടുത്താലും ആ പാത്തിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഈ പാത്തിന് ടാൻജൻഷ്യൽ ആണ് എന്ത്? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ പാത്തിന്
ടാൻജൻഷ്യലായിട്ടാണ് എന്താ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടുത്തെ എലമെന്റ് ലെങ്ത് ആണ് എന്ത് dl. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബിയും ഡിഎല്ലും ഇടയ്ക്ക് ആംഗിൾ ഉണ്ടോ? ഇല്ല. ബിയും ഡിഎല്ലും പാരലാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? ബിക്ക് ഡിഎല്ലിന് ഇടയ്ക്കുള്ള ആംഗിൾ θ 0 ആണ്. ഇത്രയും നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരുടെ സഹായം തേടിയത്? ആംപിയർ സർക്യൂട്ടൽ തിയറം. അപ്പൊ ആംപിയർ സർക്യൂട്ടൽ തിയറം എന്താ പറയുന്നത്? ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത്, ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ബി ഡോട്ട് ഡിഎൽ ഈക്വൽസ് μ0 ഇൻറ്റു സിഗ്മ ഐ. ഇത് നമ്മൾ കഴിഞ്ഞ് മുമ്പേ പറഞ്ഞു. ഇനി നമുക്കറിയാം ബി ഡോട്ട് ഡിഎൽ എന്താണെന്ന്. നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡോട്ട് ബി ഇസിക്വൽ ടു എ ബി കോസ് തീറ്റ ആണ് അല്ലെ. ഇവിടെ അതിന് പകരം എന്താണ്? ബി ഡോട്ട് ഡിഎൽ. ബി ഡോട്ട് ഡിഎൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴേ ബി ഡോട്ട് ഡിഎൽ ഇസിക്വൽ ടു ബി ഡിഎൽ കോസ് തീറ്റ എന്നായിരിക്കുമല്ലോ. ബി ഡിഎൽ കോസ് തീറ്റ. ഇവിടെ നമ്മൾ പറഞ്ഞു ബിക്കും ഡിഎല്ലിനും ഇടയ്ക്ക് ആംഗിൾ എത്ര? തീറ്റ ഇസിക്വൽ ടു എത്രയാ? 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ബി ഡിഎൽ കോസ് 0 എന്ന് വരും. തീറ്റ ആയിരിക്കും. അപ്പൊ കോസ് 0 എത്രയാ? കോസ് 0 ഇസിക്വൽ ടു 1 ആണ്. അപ്പൊ നമുക്ക് ബി ഡോട്ട് ഡിഎൽ എന്തായിട്ട് മാറും? ബി ഡിഎൽ ഇൻറ്റു കോസ് 0ക്ക് 1 എന്ന് കൊടുക്കും അല്ലെ. തീറ്റ എന്തായിട്ട് മാറും? 0 ആയിട്ട് വരും. കോസ് 0 എന്താവും? 1 ആവും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ബി ഡോട്ട് ഡിഎൽ എന്തായിട്ട് മാറും? ബി ഡിഎൽ എന്നാവും അല്ലെ. അപ്പൊ അതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇന്റഗ്രൽ ബി ഡോട്ട് ഡിഎല്ലിന് വരെ നമുക്ക് എന്ത് എഴുതാം? അപ്പം ബി ഡിഎൽ മാത്രമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ബി ഡോട്ട് ഡിഎല്ലിന് പകരം നമ്മള് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ബി ഡോട്ട് ഡിഎല്ലിന് പകരം ബി ഡിഎൽ കോസ് തീറ്റ എന്ന് കിട്ടും. ബി ഡിഎൽ കോസ് തീറ്റ എന്തായിട്ട് മാറും? ബി ഡിഎൽ ആയിട്ട് മാറും അല്ലെ. അപ്പം ഇന്റഗ്രൽ ബി ഡിഎൽ ക്ലോസ്ഡ് പാത്ത് ബാക്കി ബി ഡോട്ട് ഡിഎല്ലിന് പകരം ബി ഡിഎൽ ഇസ് ഈക്വൽ ടു μ0 ടൈംസ് സിഗ്മ ഐ ആണല്ലോ. ഇനി നമുക്ക് ഈ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതൊരു പോയിന്റിൽ എടുത്താലും ഈ ക്ലോസ്ഡ് പാത്തിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ബിയുടെ മാഗ്നിറ്റ്യൂഡ് അളവെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ ബി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രലിന്റെ വെളിയിലെടുക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ബി കോൺസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ് വെളിയിലെടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇത് കോൺസ്റ്റന്റ് വെളിയിലെടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഇവിടെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ ബി ഇൻറ്റു ഇവിടെ ഇന്റഗ്രൽ ഈ ഡിഎല്ലിന് മാത്രം ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് പാത്ത് ഡിഎൽ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു സിഗ്മ ഐ. ഇനി ഇന്റഗ്രൽ ഡിഎൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിഎൽ എലമെന്റുകളിലെ ടോട്ടൽ ആണ് എന്ത്? ഇന്റഗ്രൽ ഡിഎൽ. ഡിഎൽ എന്ന് പറഞ്ഞാൽ എലമെന്റിന്റെ ലെങ്ത് ആണ്. അങ്ങനെ അനേക ഡിഎല്ലുകൾ ചേർന്നതാണ് എന്ത്? ഈ ക്ലോസ്ഡ് പാത്ത്. അപ്പൊ അനേക എലമെന്റ് ചേർന്ന ഒരു ക്ലോസ്ഡ് പാത്ത് ആകുമ്പോൾ അതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് എന്ത്? ഇന്റഗ്രൽ ഡിഎൽ. ഇന്റഗ്രൽ സം ഓഫ് ഡിഎൽ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ. ഇന്റഗ്രൽ സം ആണ്. ഡിഎല്ലിന്റെ എല്ലാം കൂടെ സം ആണിത്. ഈ സർക്കിളിന്റെ എന്താണത്? സർക്കംഫറൻസ് ആണ് അല്ലെ. അപ്പൊ ഡി ആണ് ഇതിന്റെ റേഡിയസ് അല്ലെ. അപ്പൊ ഡി റേഡിയസ് ഉള്ള ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? 2πd അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ബി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ബി ഇൻറ്റു ഇന്റഗ്രൽ ഡിഎൽ ഇന്റഗ്രൽ ക്ലോസ്ഡ് പാത്ത് ഡിഎൽ എന്നാണ് ഞാൻ വായിക്കുന്നത്. ഇസിക്വൽ ടു എന്ത് വരും? ബി ഇൻറ്റു 2πd. 2πd എന്താണ്? ഇതിന്റെ സർക്കംഫറൻസ് ആണ്. 2πd ഇസിക്വൽ ടു എന്ത് എഴുതാം? μ0 ഇൻറ്റു സിഗ്മ ഐ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ടോട്ടൽ കറണ്ടിന്റെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സിഗ്മ കൊടുത്തിരിക്കുന്നത്. സിഗ്മ നമുക്ക് പിന്നെ എഴുതിയില്ലേലും കുഴപ്പമില്ല. അതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? ഈ പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ബി ഇതിലുണ്ടല്ലോ. therefore ബി ഇസ് ഈക്വൽ ടു എന്തോരും? μ0 ബൈ 2π ഇൻറ്റു എന്തോരും? ഐ ബൈ ഡി കേട്ടോ. μ0 ബൈ 2π ഇൻറ്റു ഐ ബൈ ഡി എന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിൽ കൂടി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്തതിന്റെ ഫലമായിട്ട് സമീപത്തെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബി ഇസിക്വൽ ടു μ0 ബൈ 2π ഇൻറ്റു ഐ ബൈ ഡി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു നമ്മളെല്ലാ ഇക്വേഷനും പഠിക്കുമ്പോൾ ഒരു μ0 ബൈ 4π എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ മുകളിലും താഴെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇക്വേഷനും എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. അപ്പൊ ഇവിടെയും 2 കൊടുത്തു. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാതെ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇസ് ഈക്വൽ ടു ഇതിന് 4πയുടെ പേര് എഴുതാൻ വേണ്ടിട്ടാ. അങ്ങനെ എഴുതിയില്ലാലും കുഴപ്പമില്ല. അപ്പൊ എന്ത് എഴുതാം? ഈ 2 ഇൻറ്റു 2 എന്ത് വരും? 4π. അപ്പൊ എന്ത് വരും? ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഇൻറ്റു എന്ത് വരും? 4π ഇൻറ്റു 2 ആദ്യം എഴുതുക. 2i ബൈ ഡി ഇങ്ങനെയും എഴുതാം.
ഇതെന്താ ചെയ്തേ, മുകളിലും താഴെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് μ0/4π പേരിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. v = μ0/4π × 2y/d എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇങ്ങനെ ഇതാണ് എന്ത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ അടുത്ത ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയേണ്ടത് ഒരു ടോറോയിഡിന്റെ ആക്സിസിലെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. അപ്പൊ എന്താണ് ടോറോയിഡ് എന്ന് പറഞ്ഞാൽ? അതായത് അകം പൊള്ളയായിട്ടുള്ള ഒരു റിംഗ്. റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അകം പൊള്ളയ, അതിലേക്ക് അനേക വയറുകൾ അടുപ്പിച്ച് ചുറ്റിയിരിക്കുന്നു, കണ്ടക്ടീവ് വയറുകളാണ്. അപ്പൊ ഒരു സോളിനോയിഡിന്റെ സർക്കുലർ ആയിട്ടുള്ള ഷേപ്പ് അതാണ്. അപ്പൊ എന്താണ്, ഒരു റിംഗിന്റെ ഷേപ്പിലുള്ള സോളിനോയിഡിനെയാണ് ഇപ്പൊ എന്ത് പറയുന്നത്, ടോറോയിഡ് എന്ന് പറയുന്നത്. അപ്പം ടോറോയിഡ് ഈസ് ആൻ എൻഡ്ലെസ് സോളിനോയിഡ് ഇൻ ദി ഫോം ഓഫ് എ റിംഗ്. റിംഗിന്റെ ഷേപ്പിലുള്ള സോളിനോയിഡിനെയാണ് ടോറോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോറോയിഡ്, അപ്പൊ ഞാൻ വരച്ചിട്ടുണ്ട്, ടോറോയിഡ് ആണിത്. ഈ ടോറോയിഡിന്റെ ആക്സിസിലെ ഒരു പോയിന്റില് എന്ത് കണ്ടുപിടിക്കണം, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എന്ത് അപ്ലൈ ചെയ്തിട്ട്, നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്തിട്ട്. അപ്പം നമുക്ക് അതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഒരു ടോറോയിഡ് ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പം ടോറോയിഡിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നതായിട്ട് ഡയഗ്രത്തിൽ മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ടോറോയിഡിന്റെ സെന്റർ ആണോ, അപ്പൊ നമുക്ക് ടോറോയിഡിൽ കൂടെ കറണ്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അപ്പം ഇതിന്റെ ആക്സിസ് ആണ് നമ്മുടെ ഒരു ആക്സിസിലെ ഒരു പോയിന്റാണ് നമ്മൾ എടുക്കുന്നത്. പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിന്റെ ആക്സിസിലാണ് എടുത്തിരിക്കുന്നത്. ആ പോയിന്റിൽ നിന്ന് ആ സെന്ററിലേക്കുള്ള അകലമാണ് ആർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻട്രഡക്ഷൻ ആയിട്ട് പറയണം. അപ്പൊ ഈ ആക്സിസിന്റെ പ്രത്യേകത, ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആക്സിസിന് ടാൻജന്റ് ആയിട്ടായിരിക്കും. ഈ ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബി സെയിം ആയിരിക്കും. അതുപോലെ ബി ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്സിസിന് ടാൻജൻഷ്യലും ആയിരിക്കും. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം, ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം നമ്മൾ പറഞ്ഞ എന്താണ്, ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് വി ഡോട്ട് dl ഈക്വൽസ് μ0 ടൈംസ് സിഗ്മ ഐ. ഇതാണ് നമ്മുടെ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എഴുതും, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ബി ഡി എൽ കോസ് തീറ്റ എന്നല്ലയോ. അപ്പൊ നമുക്ക് എന്ത് എഴുതണം, ബി ഡി എൽ ഇല്ലയോ. അപ്പൊ തീറ്റ എന്ത് ചെയ്യും, 90 ഡിഗ്രി ആയതുകൊണ്ട് ഇല്ലയോ എന്ത് വരും, സോറി തീറ്റ 90 ഡിഗ്രി അല്ല, ബിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിള് 0 ആയതുകൊണ്ട് എന്ത് വരും, കോസ് 0 1 ആകും. അപ്പൊ ബി ഡോട്ട് ഡി എൽ എന്താവും, ബി ഡി എൽ ആവും. അപ്പൊ ഇന്റഗ്രൽ ബി ഡി എൽ ഇസ് ഈക്വൽ ടു എന്ത് വരും, μ0 × സിഗ്മ ഐ. ഇനിയും അങ്ങനെ n ചുറ്റുകളുള്ള ഒരു, നമുക്കറിയാമല്ലോ, കാണുമ്പോൾ അറിയാമല്ലോ, അനേക ചുറ്റുകളുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ആണ് എങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റാം, n ചുറ്റുള്ള ടോറോയിഡിന്റെ കേസിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരും, ബി ഡി എൽ ഈക്വൽസ് μ0 × സിഗ്മ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സിഗ്മ ടോട്ടൽ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, വെറുതെ അതിന് എഴുതിയാലും കുഴപ്പമില്ല. ഇൻറ്റു n ചുറ്റാവുമ്പോൾ എന്ത് ചെയ്യണം, ഇൻറ്റു ക്യാപിറ്റൽ N എഴുതണം. അതായത് ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ. ഇതിന്റെ കേസിലാ n ടേൺസിന്റെ കേസിൽ, ചുറ്റുള്ള സോളിനോയിഡിന്റെ കേസിൽ എന്ത് എഴുതണം, ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ബി ഡി എൽ ഇസ് ഈക്വൽ ടു μ0 I × ക്യാപിറ്റൽ N. where n എന്താണ്, n ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി ടോറോയിഡ്. ടോറോയിഡിലെ ആകെ ചുറ്റുകളുടെ എണ്ണമാണ് ക്യാപിറ്റൽ N. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബി എന്ന് പറയുന്നത് എന്റെ വാല്യൂ എങ്ങനെയാണെന്നാ പറഞ്ഞത്, ആക്സിസിലുടനീളം ബിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ബി വെളിയിൽ എടുക്കണമല്ലോ. അപ്പൊ ബി ഇൻറ്റു ബാക്കി ക്ലോസ്ഡ് പാത്തില് ഇന്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I × n എന്ന് വരും അല്ലെ. ഇനിയും ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ടോറോയിഡ് ഞാൻ പറഞ്ഞല്ലോ, ഡി എൽ എന്ന് പറഞ്ഞാൽ എലമെന്റിന്റെ ലെങ്ത് ആണ്. അതെല്ലാം ചേർത്ത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ടോറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലേ. സർക്കിളിന്റെ റേഡിയസ് എത്രയാ, ഈ ടോറോയിഡിന്റെ റേഡിയസ് എത്രയാ, സ്മോളർ അല്ലേ. അപ്പൊ അതിന് സർക്കംഫറൻസ് എന്ത് വരും, 2πr വരത്തില്ലേ. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ബി ഇൻറ്റു ഇതിന് പകരം എന്ത് എഴുതണം, 2πr. ആ റേഡിയസ് ഉള്ള ടോറോയിഡിന്റെ സർക്കംഫറൻസ് 2πr is equal to μ0 I × n എന്ന് വരും.
ഇനി നമുക്ക് ഇതിൽ നിന്നും എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ആക്സിസിലെ ഒരു പോയിന്റ് ആയ പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി കണ്ടുപിടിക്കണം. അതിന് therefore നമുക്ക് ബി കണ്ടുപിടിക്കുമ്പോൾ ഇത് വരും ബി ഈസ് ഈക്വൽ ടു ഈ 2πr താഴെ കൊണ്ടുവന്നാൽ പോരെ. ബി ഈസ് ഈക്വൽ ടു μ0 I n ഡിവൈഡഡ് ബൈ ഇത് വരും 2πr. ഞാൻ വരും നമ്മുടെ ഇക്വേഷൻ. ഇനി ഇതിനകത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മള് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ ഇവിടുത്തെ ഈ n എന്ന് പറയുന്നത് സ്മോൾ n എന്ന് പറയുന്ന ഒരു ആളിനെ കൂടെ നമുക്ക് പരിചയപ്പെടണം. സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ n. അപ്പൊ എന്താണ് ഇവിടെ? സ്മോൾ n ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് എന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. എന്താണ് സ്മോൾ n? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്തിലെ ചുറ്റുകളുടെ എണ്ണമാണ് എന്ത്? യൂണിറ്റ് ലെങ്തിലെ ചുറ്റുകളുടെ ഇതിനകത്തിലെ യൂണിറ്റ് ലെങ്തിലെ ചുറ്റുകളുടെ എണ്ണമാണ് എന്ത്? സ്മോൾ n എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കുന്ന n ഈസ് ഈക്വൽ ടു ആകെ ചുറ്റുകളുടെ എണ്ണം ഡിവൈഡ് ബൈ ലെങ്ത് ആണ്. ഇവിടെ ലെങ്ത് അല്ല, ഇവിടെ എന്താണ്? ലെങ്തിന് പകരം എന്താ വരുന്നത്? ഈ ടോറോയിഡിന്റെ സർക്കംഫറൻസ് ആയ 2πr ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്ത് വരും? ക്യാപിറ്റൽ N ബൈ ലെങ്തിന്റെ സ്ഥാനത്ത് എന്ത് വരും? റേഡിയസ് ഉള്ള ടോറോയിഡിന്റെ സർക്കംഫറൻസ് ആയ 2πr വരും. അപ്പൊ സ്മോൾ n ഇസിക്കൽ ക്യാപിറ്റൽ N ബൈ 2πr. നീ നോക്കിയാട്ടെ ഇക്വേഷൻ അതില് n ബൈ 2πr കിടപ്പില്ലേ? n ഡിവൈഡ് ബൈ 2πr. ഇത്രയും ഇക്വേഷനിൽ കിടപ്പുണ്ട് അല്ലെ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? n ബൈ 2πr നമുക്ക് എന്താ സ്മോൾ n എഴുതരുതോ? അപ്പൊ ലാസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ വരും. therefore b ഈക്വൽസ് μ0. ഇനി ഞാൻ ആദ്യം സ്മോൾ n എഴുതുക n പിന്നെ ക്യാപിറ്റൽ I. എന്താ? അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആണ്. ടോറോയിഡിന്റെ ആക്സിസിലെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് b is equal to μ0 ni, where small n is equal to capital N by 2πr. ക്യാപിറ്റൽ N എന്താണ്? ആകെ ചുറ്റുകളുടെ എണ്ണം. സ്മോൾ n എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ആകെ ചുറ്റുകളുടെ എണ്ണം ഡിവൈഡ് ബൈ ലെങ്ത്. ഇവിടെ ലെങ്തിന്റെ സ്ഥാനത്ത് എന്താണ്? ഇതിന്റെ സർക്കംഫറൻസ് ആയ 2πr ആണ്. അപ്പൊ എന്ത് വരും? b is equal to μ0 ni നമുക്ക് ഫൈനൽ ആൻസർ. ക്ലിയർ ആയാലും ഇത്രയും. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആംപിയർ സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ടു എ ലോങ് സോളിനോയിഡ്. ഒരു ലോങ് സോളിനോയിഡിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാട്ടെ. ഇത് L ലെങ്ത് ഉള്ള ഒരു സോളിനോയിഡ് ആണ്. ഇതിന്റെ ആക്സിസ് ആണ് XY. അപ്പം നമുക്ക് ഈ സോളിനോയിഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ആക്സിസ് ആണ് XY എന്ന് പറഞ്ഞില്ല, അതിന്റെ സെന്ററിലെ ഒരു പോയിന്റ് നമ്മൾ എടുത്തിരിക്കുന്നു, O എന്ന് പറയുന്ന പോയിന്റ്. ഇവിടുത്തെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെക്കുക. അപ്പൊ ഈ O എന്ന് പറയുന്ന പോയിന്റിലെ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമുക്കറിയാം, നമുക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ക്ലോസ്ഡ് പാത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് ഉൾക്കൊള്ളുന്ന ഒരു ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്യണം. അപ്പൊ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ക്ലോസ്ഡ് പാത്ത് നമ്മൾ വരയ്ക്കുന്നു, ഈ പോയിന്റ് ഉൾക്കൊള്ളുന്ന. അപ്പം അതിന് പേര് കൊടുക്കുന്നു PQRS എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ക്ലോസ്ഡ് പാത്ത്. അതിന്റെ ലെങ്ത്, ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് L, അതിന്റെ ബ്രെഡ്ത്ത് B. അപ്പൊ L ലെങ്ത് ഉള്ള B ബ്രെഡ്ത്ത് ഉള്ള ഒരു റെക്ടാങ്കുലർ ക്ലോസ്ഡ് പാത്ത് നമ്മളിവിടെ വരയ്ക്കുന്നു. ഇനി ഒരു പ്രത്യേകത എന്നുള്ളത്, ഇതിനുള്ളില് ഈ സോളിനോയിഡിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ആക്സിസിന് പാരലായിരിക്കും. ആ ബിയുടെ ഡയറക്ഷൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ സോളിനോയിഡിനുള്ളില് മാഗ്നറ്റിക് ഫീൽഡിന്റെ ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റും ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ആക്സിസിന് പാരലും ആയിരിക്കും. ഇനിയും ഈ സോളിനോയിഡിന്റെ വെളിയില് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും, വെളിയിൽ ഏതൊരു പോയിന്റ്. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റില് O എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആരെയാണ് നമ്മൾ ഏത് ഇക്വേഷൻ സഹായമാണ് തേടുന്നത്? നമ്മുടെ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം. അപ്പൊ നമ്മുടെ ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം. അപ്പൊ അതിലൂടെ ഒരു കാര്യം കൂടി പറയണം. ഇതിനകത്തിലെ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, ഇതിനകത്തിലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നതാണ്. ഇതൊരു സോളിനോയിഡ് അല്ലേ, സോളിനോയിഡ് അനേക ചുറ്റുകളുണ്ടല്ലോ. അപ്പം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എന്ത്? N എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ലെങ്തിലെ ചുറ്റുകളുടെ എണ്ണമാണ് N. ആകെ ചുറ്റുകളുടെ എണ്ണത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ N. അപ്പൊ ആകെ ചുറ്റുകളുടെ എണ്ണം ക്യാപിറ്റൽ N-ഉം യൂണിറ്റ് ലെങ്തിലെ ചുറ്റുകളുടെ എണ്ണം സ്മോൾ n. ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം നേരത്തെ പഠിച്ചു. എന്താണ്? n is equal, small n is equal to total number of turnsനെ
അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സ്മോൾ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ n. ഇത് നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ n വേറെ 2πr കൊടുത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതാണ്. ഇന്റഗ്രൽ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ബി ഡോട്ട് dl ഈക്വൽസ് mu0 ടൈംസ് സിഗ്മ ഐ ടോട്ടൽ കറന്റ്. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് നമ്മുടെ ഇതിനെ ഈ ക്ലോസ്ഡ് റെക്ടാങ്കുലർ ക്ലോസ്ഡ് പാത്തിൽ നമുക്ക് പല പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതിന്റെ ഒരു ഭാഗം പി ക്യൂ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആയിട്ട് എടുക്കുന്നു, പിന്നെ ക്യു ആർ എന്ന് പറയുന്ന ഡിവൈഡ് ചെയ്തെടുക്കുന്നു, ആർ എസ് എസ് ടി, അങ്ങനെ 4 എലമെന്റുകളായിട്ട് ഇതിനെ നമ്മൾ ഭാഗിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഇതിനെ അങ്ങനെ നമുക്ക് എഴുതി നോക്കാം, അപ്പൊ നമുക്ക് ക്ലിയർ ആവും. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇന്റഗ്രൽ. ഇപ്പൊ ക്ലോസ്ഡ് പാത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ്ഡ് പാത്തില്ലേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ആദ്യം ഇങ്ങനെ പി ടു ക്യൂ. അപ്പൊ ഇവിടെ ക്ലോസ്ഡ് സിമ്പിൾ കൊടുക്കണ്ട, കാരണം പി ക്യൂ മാത്രം എഴുതാൻ പോവാം. പി ക്യൂ പി തൊട്ട് ക്യൂ വരെ ഉള്ള ഭാഗം പി ടു ക്യൂ ഈ ഇന്റഗ്രൽ പി ടു ക്യൂ. നമ്മുടെ ബാക്കി ഇക്വേഷൻ ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇതിന് പകരമാണ് ക്ലോസ്ഡ് പതിനെ ഈ ക്ലോസ്ഡ് നമ്മൾ ഓപ്പൺ ആക്കി ഡിവൈഡ് ചെയ്തെഴുതുക. പ്ലസ് അടുത്ത ഭാഗം ഏതാ? ക്യൂ ടു ആർ, ക്യൂ തൊട്ട് ആർ വരെ. അപ്പം ലോവർ ലിമിറ്റ് ക്യൂ, അപ്പർ ലിമിറ്റ് ക്യൂ ടു ആർ. ബാക്കി എന്തെഴുതും? ബി ഡോട്ട് ഡി എൽ. ഇനി അടുത്ത ഭാഗം, ഇപ്പൊ 2 ഭാഗമായി ബാക്കി ആർ ടു എസ്, ഇത്രയും ഭാഗം പ്ലസ് ഇന്റഗ്രൽ ആർ ടു എസ് എന്ത് വരും? ഇത് തന്നെ സെയിം ബി ഡോട്ട് ഡി എൽ. ഇനി ബാക്കി ഒരു ഭാഗം കൊണ്ട് പ്ലസ് പിന്നെന്താണ്? എസ് ടു പി വരെ. ഇപ്പോഴാണ് ഈ റെക്ടാങ്കുലർ ക്ലോസ്ഡ് പാത്ത് പൂർത്തിയാകുന്നത്. അപ്പൊ എസ് ടു പി എന്ത് വരും? ബി ഡോട്ട് ഡി എൽ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്തത്? ഈ ഫുൾ ആയിട്ടുള്ള പാത്തിനെ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു, അല്ലേ? ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം, ഇത്രയും ഭാഗം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് ക്ലോസ്ഡ് പാത്തായി മാറുന്നത്. അപ്പൊ ഇതിന് പകരമാണ് എന്ത് എഴുതിയത്? ഓരോരോ ഭാഗങ്ങളായിട്ട് എഴുതിയത്. അപ്പൊ ഈക്വൽസ് എന്ത് വരും? ഈക്വൽസ് mu0 ഇൻറ്റു സിഗ്മ ഐ എന്നല്ലേ? mu0 ടൈംസ് സിഗ്മ ഐ. ഐ എന്ന് എഴുതാൻ നേരത്തെ ടോട്ടൽ കറണ്ട് അതിൽ അർത്ഥമുള്ളൂ. ഇനി ഈ ഇക്വേഷനകത്തിലെ നോക്കിയാട്ടെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനുള്ളിൽ ബി എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് ഈ ആക്സിസിന് പിന്നെ അതിന്റെ ഡയറക്ഷൻ ആക്സിസിന് പാരലലും ആയിരിക്കും. അതുപോലെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ബി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. പി ടു ക്യൂ അവിടുത്തെ ബി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നതിനെ ബി വെളിയിലെടുത്തിട്ട് നമുക്ക് ബാക്കി ഇന്റഗ്രൽ ഡി എൽ എന്ന് വരും. ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇതിന്റെ ലെങ്തിന്റെ സം, അതായത് ആകെ ലെങ്ത്. അപ്പം സോളിഡ് ലെങ്ത് എൽ ആണ്. അപ്പൊ അത് ഇന്റഗ്രൽ ഡി എല്ലിന് വരെ നമുക്ക് എന്ത് എഴുതാം? എൽ എന്ന് എഴുതാം. അപ്പൊ നോക്കിക്കേ, ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് ഓഫ് സോളിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? എൽ ആണെന്ന് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പൊ ബി ഇൻറ്റു എൽ ആണല്ലോ. അപ്പം ബിയും ഡി എല്ലും ഇവർക്കിടയിലുള്ള ആംഗിള് ഞാൻ പറഞ്ഞു ബി എക്സിന് പാരലാണ്. അപ്പൊ അതുകൊണ്ട് ബി ഡോട്ട് ഡി എൽ ബി വെറും ബി ഡി എൽ ആകും. അതില് ബി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഡി എല്ലിന് വേറെ ആകെ ലെങ്ത് എൽ. അപ്പൊ ബി ഇൻറ്റു എൽ എന്ന് എഴുതാമല്ലോ. ബാക്കി പ്ലസ് ഇനി അടുത്ത എന്താ? ക്യൂ ടു ആർ, ക്യൂ തൊട്ട് ആർ വരെ. നോക്കിയാട്ടെ, ക്യൂ ടു ആർ എടുക്കുമ്പോൾ സോളിനോയിഡിന്റെ വെളിയിലാണ് ആർ ഇരിക്കുന്നത്, അകത്ത് ക്യൂ വെളിയിൽ ആർ. അപ്പൊ വെളിയിൽ ബി 0 അല്ലേ? പകുതി വെളിയിലായാലും ഇവിടുത്തെ ഫീൽഡ് എന്ത് വരും? 0 വരും. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് ഒന്ന് 0 ആയി പോകും. ഇനി അടുത്ത് നോക്കിയാട്ടെ, ആർ ടു എസ് നോക്കിയാൽ പൂർണ്ണമായിട്ടും പുറത്തായിരിക്കും, അല്ലെ? അപ്പൊ ഇവിടെയും ബി എത്രയാ? ഇവിടെയും 0 വരും. അടുത്തായിട്ട് എസ് ടു പി, ഇതും പകുതി വെളിയിലും പകുതി അകത്തും. അപ്പൊ ഇവിടെ എന്ത് വരും? ബിയുടെ വാല്യൂ ഇവിടെ 0 വരും. അപ്പൊ ബാക്കി ഇത് എത്ര എന്തായി പോകും? 0 ആയി പോകും, അല്ലെ? അപ്പൊ ഇത് മാത്രമേ നമ്മുടെ ഇക്വേഷനിലുള്ളൂ. അപ്പൊ പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 എന്ന് വരും. ഈക്വൽ ടു mu0 ഇൻറ്റു ഐ. സിഗ്മ ഞാൻ എഴുതിയില്ല, mu0 ഇൻറ്റു ഐ. അപ്പൊ ഇവിടെ എന്താണെന്ന് മനസ്സിലായല്ലോ? ബിയുടെ വാല്യൂ ഇതിനുള്ളില് എല്ലായിടും ഒരുപോലെയാണ്. അതുകൊണ്ട് ബി വെളിയിലെടുത്തു. ബാക്കി ഇന്റഗ്രൽ പി ടു ക്യൂ ഡി എൽ എന്ന് പറഞ്ഞാല് ഇവിടെ ബിയും ഇവിടെ ഒരു എലമെന്റ് ഡി എൽ എടുത്തു കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ആംഗിള് ഇവരെന്തൊരു പാരലായതുകൊണ്ട് തീറ്റ എന്ത് വരും? 0 വരും. അപ്പൊ അതൊരു ബി ഡോട്ട് ഡി എൽ എന്ന് വെച്ചാൽ ബി ഡി എൽ കോസ് തീറ്റ 0 വരുന്നതുകൊണ്ട് വെറും ബി ഡി എൽ എന്ന് വരും. എന്നിട്ട് അതിനകത്തില് ഇന്റഗ്രൽ ഡി എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? ആകെ ലെങ്ത് ആയ ടോട്ടൽ ലെങ്ത് ആണ്. ഇന്റഗ്രൽ ഡി എൽ വെച്ച് ടോട്ടൽ ലെങ്ത് എന്ത് വരും? എൽ വരും. ബി ഇൻറ്റു എൽ പ്ലസ് ബാക്കിയെല്ലാം 0 ആയി പോകും. ഇക്വൽ ബി 0 ഇൻറ്റു ഐ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകെ n ചുറ്റുകളുണ്ട് ഉള്ള സംവിധാനമല്ലേ സോളിനോട്. അപ്പൊ ആകെ n ചുറ്റുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആകെ ചുറ്റുകളുടെ n ആണെങ്കിൽ ഈക്വേഷൻ എന്ത് ചെയ്യാം? ഇൻറ്റു n എന്ന് എഴുതുന്നു. അപ്പൊ ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു b0 ഇൻറ്റു ഐ ഇൻറ്റു n എന്ന് എഴുതി, അല്ലെ? അപ്പൊ ഞാനത് പിന്നെ
സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ബി ഇൻറ്റു എൻ ഈക്വൽസ് ഒന്നുകൂടെ എടുത്ത് എഴുതുവാണേ. μ0 എൻ ആദ്യം എഴുതുക. എൻ ഇൻറ്റു ഐ ആണല്ലോ. ബി എൽ ഇസിക്കൽ μ0 എൻ ഇൻറ്റു ഐ. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു സ്മാൾ എൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെഗിലെ ചുറ്റുകളുടെ എണ്ണമാണ്. സ്മാൾ എൻ ഇസിക്കലി ക്യാപിറ്റൽ എൻ ബൈ എൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എൻ നമുക്ക് ക്യാപിറ്റലിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. ക്യാപിറ്റൽ എൻ ഇസിക്കൽ ടു എന്ത് എഴുതും? ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്തോ. സ്മാൾ എൻ ഇൻറ്റു എൽ എന്ന് എഴുതരുതോ. ക്യാപിറ്റൽ എന്നിന് പകരം ഞാൻ എന്ത് എഴുതാൻ പോവാ? സ്മാൾ എൻ ഇൻറ്റു എൽ എന്ന് എഴുതാൻ പോവാ. സ്മാൾ എൻ ഇൻറ്റു എൽ എന്ന് എഴുതാൻ പോവാ. ക്യാപിറ്റൽ എൻ ഇവിടെ ഉണ്ടായിരുന്നതിന് പകരം എന്ത് എഴുതിയേ? സ്മാൾ എൻ ഇൻറ്റു എൽ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ എല്ലും ഈ എല്ലൂടെ വെട്ടിപ്പോകും അല്ലെ. ബാക്കി എന്തുണ്ട്? therefore ഫൈനൽ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്റെ ആക്സിസിലെ ഓ എന്ന് പറഞ്ഞത് പോയില്ല. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബി ഇസ് ഈക്വൽ ടു μ0 നേരത്തെ ഇക്വേഷൻ തന്നെ കിട്ടി. μ0 എൻ എൻ ആദ്യം എഴുതുക. എൻ ഐ. ബി ഇസ് ഈക്വൽ ടു μ0 എൻ ഐ. ഈ ഓർഡറിൽ എഴുതുക. ബി ഇസ് ഈക്വൽ ടു μ0 എൻ ഐ. ഇനി ഇതിന്റെ രണ്ടറ്റത്തും രണ്ട് എൻഡുകളില് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇതിന്റെ പകുതി എടുത്താൽ മതി. ഈ അറ്റത്ത് സോളിനോയിഡിന്റെ ഈ അറ്റത്തെയും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? μ0 എൻ ഐ ബൈ 2i. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അടുത്തതായിട്ട് ഫോഴ്സ് ഓൺ എ മൂവിംഗ് ചാർജ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡില് കൂടെ സഞ്ചരിക്കുമ്പോൾ അതൊരു ഫോഴ്സിന് വിധേയമാവും നമ്മൾ പഠിച്ചു. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഞാനൊന്നുകൂടെ നോക്കാം. ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചാട്ട്, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു ചാർജ് സഞ്ചരിക്കുമ്പോൾ അതൊരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് വിധേയമാവും എന്ന് പഠിച്ചതാണ്. അപ്പൊ നോക്കിയാട്ടെ, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ചാർജ് സഞ്ചരിക്കുന്ന പാത്താണ്. ബി വെലോസിറ്റിയില് പ്ലസ് ക്യൂ ചാർജ് ബി വെലോസിറ്റി സഞ്ചരിക്കുന്നു. അപ്പൊ ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? മാർക്ക് ചെയ്തേക്കുന്നത് തീറ്റ. അപ്പം ഈ തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് ഈ പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ അതിന് അനുഭവപ്പെടുന്ന ലോറൻസ് ഫോഴ്സ് ആണ് F is equal to BQV sin theta. നമ്മൾ അടുത്ത പഠിച്ച ഇക്വേഷൻ ആണ് F is equal to BQV sin theta. ഇനി അടുത്തതായിട്ട് നോക്കിയാട്ടെ, ഇതേ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മാറുന്നില്ല. അതേസമയം ചാർജ് പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ടാണ്. അതായത് ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും? 90 ഡിഗ്രിയാണ്. ആ കേസില് ഇവിടുത്തെ ലോറൻസ് ഫോഴ്സ് എത്ര വരും? F is equal to BQV sin theta യുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? sin 90. sin 90 എത്രയാണ്? 1. അതുകൊണ്ട് ഫോഴ്സ് എന്ത് വരും? ലോറൻസ് ഫോഴ്സ് F is equal to BQV വരും. അടുത്തതായിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മാറ്റമില്ല. പക്ഷെ നമ്മുടെ ചാർജ് പ്ലസ് ക്യൂ ചാർജ് പോകുന്നത് എങ്ങോട്ടാണ്? ഫീൽഡിന് പാരലായിട്ടാണ്. ഇത് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇത് ചാർജ് പോകുന്ന ഡയറക്ഷൻ. ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ 0 ആണ്. അപ്പൊ F is equal to BQV sin 0 എന്ന് വരും. sin 0 എത്രയാ? 0. അതുകൊണ്ട് ഫോഴ്സ് എന്ത് വരും? 0. അപ്പൊ ഒരു ഫീൽഡിന് പാരലായിട്ട് ഒരു ചാർജ് സഞ്ചരിച്ചാൽ അത് ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് വിധേയമാകുന്നില്ല. ഇത്ര ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, അപ്പൊ അത് വെച്ചിട്ട് ഈ ഫീൽഡ് എങ്ങോട്ടാണ്, ചാർജ് പോകുന്നത് എങ്ങോട്ടാണ്, അതിന് അനുഭവപ്പെടുന്ന ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ലോറൻസ് ഫോഴ്സ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റൂളുണ്ട്. ആ റൂളില് പറയുന്ന പേരാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയും. ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പൊ ഈ റൂൾ എന്താണെന്നറിയാ പറയുന്നത്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഈ 3 വിരലുകൾ ഏതൊക്കെയാണ്? ഇത് പിന്നെ ചൂണ്ടുവിരല് അഥവാ പിന്നെ 4 ഫിംഗർ, ഇത് മിഡിൽ ഫിംഗർ, ഇത് തമ്പ്. 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ്. ഇത് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക അഥവാ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. ഇങ്ങനെ അതില് ഈ 4 ഫിംഗർ എന്ന് പറയുന്ന ചൂണ്ടുവിരല് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിനോട്ട് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് ചാർജ് പോകുന്ന ഡയറക്ഷൻ, ചാർജ് ബി വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നത് എങ്ങോട്ടാണെന്ന് മിഡിൽ ഫിംഗർ സൂചിപ്പിക്കുന്നു. തമ്പ് അഥവാ തള്ളവിരല് ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു, ലോറൻസ് ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു. ഇത്രയും ക്ലിയർ ആയല്ലോ? ചൂണ്ടുവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. ഈ മിഡിൽ ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? ചാർജ് ബി വെലോസിറ്റിയിൽ പോകുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നു. തമ്പോ ചാർജ് അനുഭവപ്പെടുന്ന ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു. ഇതാണ് എന്ത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇത്ര ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാർജ് പാർട്ടിക്കിൾ മൂവിംഗ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു ചാർജ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് പ്രവേശിക്കുന്നു.
അല്ലെ മൂവ് ചെയ്യുന്നു. ആ കേസിൽ അവിടുത്തെ ലോറൻസ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ആ പാത്തിന് എന്തെല്ലാം സംഭവിക്കാം എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് v വെലോസിറ്റിയില് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ലോറൻസ് ഫോഴ്സ് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ചിഹ്നം വരാം നമ്മുടെ ടെക്സ്റ്റില്, അല്ലെങ്കിൽ ഈ രീതിയിൽ, അതായത് ഒരു ഡോട്ട് വരാം അഥവാ ക്രോസ് വരാം. അപ്പൊ ഇങ്ങനെ കണ്ടാലതിന്റെ അർത്ഥം, ഈ രണ്ടിന്റെ അർത്ഥം എന്താണ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ്. അത് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് ചിഹ്നങ്ങൾ. ഡോട്ട് v എഴുതിയിട്ട് ഡോട്ട് എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ബോർഡിന് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളുടെ നേരെയാണ്, ഇങ്ങോട്ടാണ് നമ്മളുടെ നേരെ വരും. അവിടുത്തെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളിലേക്ക് വരുന്നു, നമ്മളുടെ നേരെ. അടുത്തതായിട്ട് ഇവിടെ ക്രോസ് ഉണ്ടായതിന്റെ അർത്ഥം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്, പക്ഷെ അത് എങ്ങോട്ടാണ്, ഈ ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്കാണ്. ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്, ഉള്ളിലേക്കാണ്. അപ്പൊ ഇത് രണ്ടും മനസ്സിലായാലും ഇവിടെ ഇത് പറയാൻ കാരണം ഈ ക്രോസ് ഇവിടെ ഈ ഫിഗറിലുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇത് പറഞ്ഞത്. അപ്പൊ അതിന് ഈ ഫിഗറിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ബോർഡിന്റെ ഉള്ളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി എന്താണ്, നമ്മള് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് പാർട്ടിക്കിളാണ്, ക്യൂ ചാർജ് v വെലോസിറ്റിയില് എന്ത് ചെയ്യുന്നു, ഈ പെർപെൻഡിക്കുലർ ഫീൽഡിലേക്ക്, അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്, ഫീൽഡിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഒരു നിമിഷ വെലോസിറ്റിയിലാണ് പ്രവേശിക്കുന്നത്. അപ്പൊ ഫീൽഡിൽ കൂടെ ഒരു ചാർജ് മൂവ് ചെയ്യുവേ, അന്നേരം അതിന് എന്ത് അനുഭവപ്പെടും, അതിന് ലോറൻസ് ഫോഴ്സ് അനുഭവപ്പെടും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നതിലുടനീളം ആ പാർട്ടിക്കിളില് ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഫീൽഡിനും ഈ ചാർജ് പോകുന്ന v വെലോസിറ്റിയിൽ പോകുന്ന ആ പാത്തിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതുപോലെ ഇവിടെ v എന്ന് പറയുന്ന ഈ വെലോസിറ്റിയും v എന്ന് പറയുന്ന ഫീൽഡും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോറൻസ് ഫോഴ്സ് എഫും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ വിയും എഫും ഇവിടെ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓരോ നിമിഷവും ഈ പാർട്ടിക്കിളിൽ പ്രയോഗിക്കപ്പെടുകയും ആ ഫോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ പാർട്ടിക്കിളിന്റെ ഈ സഞ്ചാരപാത അഥവാ പാത്തിന്റെ ഡയറക്ഷൻ മാറ്റും. അതായത് ഇങ്ങനെ പോകേണ്ട ഈ ചാർജ് എന്ത് ചെയ്യും, ഈ ലോറൻസ് ഫോഴ്സ് മൂലം അതിന്റെ പാത്ത് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തു പോകുന്നു. വെച്ചാൽ സർക്കുലർ പാത്തിൽ കൂടെ ആ ചാർജ് സഞ്ചരിക്കാൻ ഇടവരും. അപ്പൊ ഇവിടെ വിയും കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഈ ലോറൻസ് ഫോഴ്സും കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഫോഴ്സ് ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഈ ഫോഴ്സ് ഈ പാർട്ടിക്കിളിന്റെ പാത മാറ്റുന്നു അഥവാ അതിന്റെ ഡയറക്ഷൻ മാറ്റുന്നു, ഒരു സർക്കുലർ പാത്തിൽ കൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ ഈ സർക്കിളിന്റെ ഇവിടെ റേഡിയസ് ആണ്, ഇവിടെ സെന്റർ ആണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് എഫും വിയും ഈ ചാർജ് പോകുന്ന ഈ വെലോസിറ്റിയിൽ പോകുന്നതും ഇവർ പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഓരോ നിമിഷത്തിൽ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ ലോറൻസ് ഫോഴ്സ്. ഇവിടെ അപ്പൊ സർക്കിളിൽ കൂടി ഈ ചാർജിനെ സഞ്ചരിക്കണമെങ്കിൽ അതിനെന്ത് വേണം, സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ ആരാണ് കൊടുക്കുന്നത്, ലോറൻസ് ഫോഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, F = BQV അല്ലെ. ഇവിടെ സൈൻ തീറ്റ എന്ന് എഴുതാത്തത് എന്താ, കാരണം BQV സൈൻ തീറ്റ എന്ന് എഴുതാം, പക്ഷെ തീറ്റ ഇവിടെ എത്രയാ, പരസ്പരം പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ എത്ര ഡിഗ്രി വരും, തീറ്റ 90 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് എന്ത് വരും, F = BQV sin 90 വരും. sin 90 എത്രയാണ്, sin 90 1 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, BQV ആണ്. അപ്പൊ ഈ ഫോഴ്സ് ആണ് എന്ത് കൊടുക്കുന്നത്, സർക്കിളിൽ കൂടെ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് F = നമ്മൾ പഠിച്ചിട്ടുണ്ട് mv²r, ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ ലോറൻസ് ഫോഴ്സ് ആണ് എന്ത് കൊടുക്കുന്നത്, സർക്കിളിന്റെ ചുറ്റും ഈ പാർട്ടിക്കിൾ കറങ്ങി വരാൻ വേണ്ടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇത് രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. LHSലെ രണ്ടു ഫോഴ്സ് അല്ലേ, അതുകൊണ്ട് BQVയും mv²r നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അതാണ്, അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ് ലോറൻസ് ഫോഴ്സ്, BQV = mv²r. അതിൽ നിന്ന് വിയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് R ആണ്. എന്താണ് R കണ്ടുപിടിക്കുന്നത് പറയാം. R = എന്ത് വരും, R = ഒരു V പോയല്ലോ, ബാക്കി mv/VQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ റേഡിയസ് R = mv/VQ. ഇനി നമ്മൾ പറഞ്ഞു ഈ പാർട്ടിക്കിൾ ഒരു പ്രാവശ്യം ഇതിന് ചുറ്റും കറങ്ങി വരാൻ എടുക്കുന്ന സമയം അടുത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡ് T, ക്യാപിറ്റൽ T കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സമയം കണ്ടുപിടിക്കുക, അഥവാ ടൈം പീരീഡ്, ഒരു പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന സമയം ഈ പാർട്ടിക്കിൾ. നമുക്കറിയാം വെലോസിറ്റി = ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്നറിയാം. അതുകൊണ്ട് ടൈം = എന്ത് വരും,
ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എന്ന് വരത്തില്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ പകരം നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ സർക്കംഫറൻസ് അല്ലേ സർക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി ഇവിടെ തന്നെ അവസാനിക്കുന്നു. അപ്പൊ ആ റേഡിയസ് ഉള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് എന്തായിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റ്. അതെന്താണ്? 2πr ബൈ ആണല്ലോ. ഇനി അത് നമുക്ക് ഈ ആറിന്റെ വാല്യൂ ഇതാണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊടുത്താൽ മതി. ഈസ് ഈക്വൽ ടു എന്ത് വരും? 2π ആറിന് പകരം mv ബൈ bq ആണല്ലോ. 2π ആറിന് വരെ mv ബൈ bq. ഇനി ഇവിടെ v ഇല്ല, 2πr ബൈ v എന്നല്ലേ. അപ്പൊ ഇവിടെ v കൂടെ ഉണ്ടല്ലോ. അപ്പൊ 2π ബൈ v ഇൻറ്റു ആറിന്റെ വാല്യൂ ആണ് mv ബൈ bq. അപ്പൊ ഈ v യും v കൂടെ വെട്ടുമല്ലോ. അപ്പൊ പീരീഡ് t is equal to നമുക്ക് എന്ത് കിട്ടും? 2πm ബൈ bq എന്ന് കിട്ടും. ഇത്ര ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് t is equal to 2πm by bq എന്ന് കിട്ടിയ സ്ഥിതിക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം അല്ലെ. ഫ്രീക്വൻസി റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ f is equal to 1/t കണ്ടപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഫ്രീക്വൻസി is equal to 1 by period അല്ലെ. അപ്പൊ f is equal to 1/t. ഫ്രീക്വൻസി റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ തിരിച്ചിട്ടാൽ പോരെ? ഇത് t അല്ലേ. അപ്പൊ എന്ത് വരും? bq by 2πm എന്ന് കിട്ടും. bq by 2πm. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത്രയാണ് നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ വെട്ടിക്കളയുന്നത് വെലോസിറ്റി അല്ലേ. ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇതിന്റെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിന്റെ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. അതുകൂടി ഓർത്തിരിക്കണം. അത് മനസ്സിലാക്കാൻ ഓർത്താൽ മതി. വെലോസിറ്റി നമ്മൾ ക്രോസ് ചെയ്തതാണ്. അപ്പൊ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അഥവാ അടുത്തായിട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ററിംഗ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എനി ഡയറക്ഷൻ. ഏതെങ്കിലും ഡയറക്ഷനിൽ നിന്നും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഫീൽഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതെങ്കിലും ഡയറക്ഷനിൽ നിന്നും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഫീൽഡിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഡയഗ്രാം നോക്കിയാട്ടെ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ v വെലോസിറ്റിയില് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ചാർജ്ഡ് പാർട്ടിക്കിള് v വെലോസിറ്റിയിൽ പോകുന്നതാണ് ഈ ഇങ്ങനെ നാരോ മാർക്കറ്റ് കാണിച്ചിരിക്കുന്നത്. ഇവർക്കിടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇനി നമുക്ക് ഈ വെലോസിറ്റിയെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം റെസൊല്യൂഷൻ ഓഫ് എ കമ്പോണന്റ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ വെലോസിറ്റിയെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. അപ്പം അതിന് ബിയുടെ അതേ ഡയറക്ഷനിൽ അഥവാ അലോങ് എക്സ് ആക്സിസില് ബിയുടെ കമ്പോണന്റ് ആണ് ബി കോസ് തീറ്റ. അപ്പൊ ബിക്ക് പാരലായിട്ടുള്ള കമ്പോണന്റ് ആണ് എന്ത്? ബി കോസ് തീറ്റ. ഇനിയും ഈ ബി ഇങ്ങോട്ടാണല്ലോ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് ആണ് എന്ത്? ബി സൈൻ തീറ്റ. അപ്പൊ എന്തൊക്കെയാണ് കമ്പോണന്റ്? പാരലൽ ടു ബി. ബിക്ക് പാരലായിട്ടുള്ള കമ്പോണന്റ് ഏതാണ്? ബി കോസ് തീറ്റ. ഇനി പെർപെൻഡിക്കുലർ ടു ബി. ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് എന്ത്? ബി സൈൻ തീറ്റ. ഇനി ഈ ബി കോസ് തീറ്റ എന്ന് പറയുന്ന ഈ കമ്പോണന്റ് മൂലം ആ പാർട്ടിക്കിള് എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കാൻ തുടങ്ങും. സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സഞ്ചരിക്കുന്നു. ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അത് മൂലം ആ പാർട്ടിക്കിള് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഈ ഫീൽഡിൽ കൂടെ സഞ്ചരിക്കുന്നു. ഇനി ബി സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് മൂലം 90 ഡിഗ്രി അല്ലേ ഈ കേസിൽ. ബി സൈൻ തീറ്റ ബിയുമായിട്ട് മേക്ക് ചെയ്തിട്ട് 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ബിയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് അതെന്ത് ചെയ്യുന്നു? ആ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ കൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ നോക്കിയിട്ട് രണ്ട് കേസ് ഞാൻ പറഞ്ഞു. ഒന്ന് ബി കോസ് തീറ്റ, ബി സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ വെലോസിറ്റിയുടെ കമ്പോണന്റ് മൂലം ഈ പാർട്ടിക്കിള് ഒരു സർക്കുലർ പാത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ സർക്കുലർ പാത്തിലെ റേഡിയസ് എത്രയാണെന്ന് നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ പോലെ തന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കറിയാം നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ BQV ഈസ് ഈക്വൽ ടു സർക്കുലർ പാത്തിൽ കൂടെ സഞ്ചരിക്കണമെങ്കിൽ എന്താ വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കണ്ടേ? അപ്പൊ നമുക്ക് BQV ഈസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ r എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇവിടെ നമുക്ക് BQV-യുടെ സ്ഥാനത്ത് എന്തും കൂടിയുണ്ട്. ഇവിടെ ഈ ബിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയുടെ ആരുടെ കയറി വരും? BQV സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു അല്ലെ. ഇവിടെ അപ്പൊ എന്ത് വരും? mv സ്ക്വയർ ബൈ r എന്ന് പറഞ്ഞിട്ട് എന്ത് വരും? ബിയുടെ കേസില് ബി സൈൻ തീറ്റ, ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ r വരും അല്ലെ. ബിയുടെ സ്ഥാനത്തല്ല ബി സൈൻ തീറ്റ വരും. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ബി സൈൻ തീറ്റയും ഒരു ബി സൈൻ തീറ്റയുടെ വിട്ടു അല്ലെ. ബാക്കി എന്ത് വരും? റേഡിയസ് r ഈസ് ഈക്വൽ ടു mv സൈൻ തീറ്റ, mv ഒരു mv സൈൻ തീറ്റ ഉണ്ടല്ലോ, ഒരെണ്ണം വെട്ടി, mv സൈൻ തീറ്റ ബൈ bq എന്ന് വരും. mv സൈൻ തീറ്റ ബൈ bq. അപ്പൊ റേഡിയസ്, അപ്പൊ ഈ ഇപ്പം നമുക്ക് ഉണ്ടായ ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് mv സൈൻ തീറ്റ ബൈ bq. അപ്പം
ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തുടർച്ചയായിട്ട് ഈ വെലോസിറ്റിയെ രണ്ടായിട്ട് റിസോൾവ് ചെയ്തത് മൂലം ഈ പാർട്ടിക്കിള് ഈ എക്സ് ആക്സിസിൽ കൂടെ വി കോസ് തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റ് മൂലമുള്ള സഞ്ചാരവും y ആക്സിസിൽ കൂടെ v sin തീറ്റ മൂലമുള്ള സർക്കുലർ പാത്തിൽ കൂടെയുള്ള അതിന്റെ സഞ്ചാരവും കൂടി ചേർത്തിട്ട് ഇത് രണ്ടും ഒരേ സമയം പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ പാർട്ടിക്കിളിന്റെ പാത്ത് എന്ന് പറയുന്നത് പുതിയൊരു രൂപമായിരിക്കും. അപ്പൊ സർക്കിളും അല്ല സ്ട്രൈറ്റ് ലൈനും അല്ലാത്ത ഒരു രൂപം. അപ്പൊ ആ രൂപത്തിന് പറയുന്ന പേരാണ് ഹെലിക്സ്. ഒരു ഹെലിക്കൽ പാത്തിൽ കൂടെ ആയിരിക്കും അതിന്റെ സഞ്ചാരം. അപ്പൊ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത ഡയഗ്രം നോക്കിയാട്ടെ. വി ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ വരച്ചിരിക്കുന്നു. ഇത് നമ്മുടെ വെലോസിറ്റി ആണിത്. ഇവർക്കിടയിലുള്ള ആംഗിൾ ആണ് ഈ തീറ്റയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിയാട്ടെ, ഈ വി കോസ് കമ്പോണന്റ് മൂലം ഉള്ള സഞ്ചാരം എക്സ് ആക്സിൽ കൂടെയാണ്. ഈ സൈൻ തീറ്റ മൂലം അത് എന്ത് ചെയ്യുന്നു? സർക്കുലർ പാത്തിൽ കൂടെ സഞ്ചരിക്കുന്നു. രണ്ടുകൂടെ ഒരേ സമയം പാർട്ടിക്കിൾ പ്രയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പുതിയ സഞ്ചാരപാത കണ്ടോ? ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇതാണ് ഹെലിക്കൽ പാത്ത് അഥവാ ഹെലിക്സ് എന്ന് പറയുന്ന ആണിത്. ഈ പാത്തിന്റെ പേരാണ് എന്ത്? ഹെലിക്സ് അല്ലെ ഹെലിക്കൽ പാത്ത്. അപ്പൊ പുതിയൊരു സഞ്ചാര പാതയാണത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ. അപ്പൊ അതിന്റെ റേഡിയസ് ആണ് എന്ത്? r = mv sin θ by vq. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഒരു പ്രാവശ്യം ഇത് കറങ്ങി വരാണ്ടിരിക്കുന്ന സമയം അഥവാ ടൈം പീരീഡ്. ടി കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സർക്കുലർ പാത്ത് പോലെ തന്നെയല്ലേ, ഇങ്ങനെ കറങ്ങി കറങ്ങിയുള്ള സഞ്ചാരമല്ലേ. അപ്പൊ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അതുകൊണ്ട് ടൈം ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി നമ്മൾ എഴുതിയില്ലേ? അതുപോലെ തന്നെ ഇവിടെ എഴുതുക. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന് 2πr അല്ലേ, 2πr/v. ഇനി ആറിന്റെ വാല്യൂ എന്ത് കൊടുക്കേണ്ടത്? mv sin θ by vq. നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഇവിടെ ഇക്വേഷൻ എഴുതുക. 2πr/v ആണ്. ആറിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? mv sin θ by vq എന്ന് എഴുതണം. മുമ്പ് എഴുതിയതുപോലെ തന്നെ. അപ്പൊ എന്ത് എഴുതും? ആറിന് പകരം mv sin θ by vq എന്ന് എഴുതണം. അപ്പൊ നമുക്ക് എന്ത് വരും? വിയും വിയും കൂടെ വെട്ടിയിട്ട് 2πm sin θ by vq എന്ന് കിട്ടും. അപ്പം നമുക്കറിയാം പീരീഡ് t is equal to displacement by velocity എന്ന്. ഇല്ലേ? velocity is displacement by time. അപ്പൊ ടൈം അഥവാ ടൈം പീരീഡ് t is equal displacement by velocity. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 2πr ആണ്. സർക്കുലർ പാത്ത് ആണ്. അപ്പൊ 2πr/v. വിയുടെ സ്ഥാനത്ത് ആര് മൂലമാണ്? ഏത് കമ്പോണന്റ് മൂലമാണ് സർക്കുലർ പാത്തിൽ കൂടെ സഞ്ചരിക്കേണ്ട വന്നത്? v sin θ. അപ്പൊ വിയുടെ സ്ഥാനത്ത് എന്ത് എഴുതും? v sin θ എന്ന് എഴുതി അല്ലേ? അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇനി നമുക്ക് നേരത്തെ പിന്നെ ആറിന് പകരം നമുക്ക് മുമ്പ് ഇക്വേഷൻ നമുക്ക് കിട്ടിയായിരുന്നല്ലോ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? 2π/v sin θ അതുപോലെ എഴുതി. 2π/v sin θ. ഇനി നമുക്ക് ഈ ആറിന് പകരം നമുക്ക് എന്തോ കിട്ടിയത് മുമ്പേ? r = എന്തായിരുന്നു? അപ്പൊ നമുക്ക് ആറിന് പകരം mv sin θ by vq നമുക്ക് എഴുതാം. മുമ്പ് നമ്മൾ ആറിന്റെ ഇക്വേഷൻ കണ്ടെത്തിയില്ലേ? mv sin θ by vq. ഇങ്ങനെയാണ് r = mv sin θ by vq. ഇനി നമുക്ക് ഈ v sin θ യും v sin θ യുടെ വെട്ടിക്കളഞ്ഞ ബാക്കി എന്തുണ്ട്? t = 2πm by vq. അപ്പൊ ഇതാണ് 2πm by vq ആണ് എന്താ? പീരീഡ് ഓഫ് റൊട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റെഡി ആയല്ലോ. ഇനി നമുക്ക് ഈ ഇത്രയും സമയം കൊണ്ട് ഈ പാർട്ടിക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചു? ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കറങ്ങി എടുക്കുന്ന സമയമല്ലേ പീരീഡ്. ഈ ടൈം പീരീഡ് കൊണ്ട് ഈ പാർട്ടിക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചു? അതിനെയാണ് പറയുന്ന പേര് പിച്ച് ഓഫ് ദി ഹെലിക്സ് എന്ന് പറയും. എന്താണ് പിച്ച് ഓഫ് ദി ഹെലിക്സ്? ഈ സമയം കൊണ്ട് പാർട്ടിക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചു ഇതിനെയാണ്, ഈ ഡയഗ്രം നോക്കിയാൽ ഈ ദൂരത്തിനെയാണ് പാർട്ടിക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചു അതിനെയാണ് പിച്ച് ഓഫ് ദി ഹെലിക്സ് അഥവാ പി എന്ന് പറയുന്നത്. പിച്ച് ഓഫ് ദി ഹെലിക്സ്. ഈ സമയം കൊണ്ട് ഈ പാർട്ടിക്കിൾ എത്ര ദൂരം സഞ്ചരിച്ചു? പിച്ച് ഓഫ് ദി ഹെലിക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അറിയാവോ? നമുക്ക് ഇപ്പം ഈ സൈൻ തീറ്റയായ ഈ കിട്ടിയ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പിച്ച് ഓഫ് ദി വി കോസ് തീറ്റയായ ഈ കിട്ടിയ ഇക്വേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് വി കോസ് തീറ്റ എക്സ് ആക്സിലൂടെയുള്ള സഞ്ചാരമല്ലേ. അപ്പൊ എന്ത് എഴുതാം? പിച്ച് ഓഫ് ദി ഹെലിക്സ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മളിവിടെ എഴുതുകയാണ് പിച്ച് പി കിട്ടിയ ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിച്ച് ഓഫ് ദി ഹെലിക്സ് is equal to 2πm by vq into v cos θ. ഇതാണ് ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ.